الحمد لله وحده والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. قال فمن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هدى. സ്നേഹധീരനായ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ നാമ ഗുണവിശേഷണങ്ങൾ. ഇമാം അൽ ബൈഹഖി റഹ്മത്തുള്ളാഹിയുടെ അൽ അസ്മാഉ വസിഫാത്ത് അൽ ബൈഹഖി ഹദീസ് വിവരണം നമ്പർ 123. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ നാമങ്ങളിലെ ഒരു നാമമാണ് റബ്ബ് എന്നുള്ളത് നമ്മൾ വിവരിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല തനിക്ക് തന്നെ വിശേഷിപ്പിക്കുന്ന തൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വിശേഷിപ്പിച്ച നാമമാണ് റബ്ബ് എന്നുള്ളത്. കാല ഫമൻ റബ്ബുകുമായ മൂസ. ഫിർഔന് മൂസാ നബി അലൈഹി സ്വലാമയോട് ചോദിച്ചു, നിങ്ങളുടെ റബ്ബാരാണ്? കാല റബ്ബുനല്ലദീ ആത കുല്ല ഷൈഇൻ ഖലഖഹു. എല്ലാത്തിനെയും, പ്രപഞ്ചത്തിൽ എല്ലാത്തിനും വ്യത്യസ്തമായ രൂപഘടന നൽകി സൃഷ്ടിച്ചു. സുമ്മഹദ, ശേഷം അതിൻ്റെ ഉദ്ദേശങ്ങൾ അതിന് വിവരിച്ചു കൊടുത്തു. മനുഷ്യ ജിന്ന കുലത്തിന് വിശുദ്ധ ഖുർആനിലൂടെ വിവരിച്ചു കൊടുത്തു. അതേപോലെ മറ്റുള്ള വേദഗ്രന്ഥങ്ങളിലൂടെ വിവരിച്ചു കൊടുത്തു. മനുഷ്യരല്ലാത്ത ജിന്നല്ലാത്ത എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ അവരുടെ ജീനിൻ്റെ ജനിതക കോഡിൽ രേഖപ്പെടുത്തി കൊടുത്ത അദ്ദേഹം മഹത്തായ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞത്. അല്ലാഹു ഭൂമിയിൽ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചതെല്ലാം ഇണകളായിട്ടാണ്. നെഗറ്റീവ്, പോസിറ്റീവ്, ന്യൂട്രോൺ, പ്രോട്ടോൺ, പുരുഷൻ, സ്ത്രീ, ക്രെഡിറ്റ്, ഡെബിറ്റ്. അങ്ങനെ അല്ലാഹു മാത്രമാണ് ഏകൻ. മറ്റെല്ലാം അവൻ സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. അത് തന്നെ ഇണകളിൽ മനുഷ്യൻ ഒരിക്കലും പൂർണ്ണമായില്ല. അവനക്ക് അല്ലെങ്കിൽ അവൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള മാനസികമായും ശാരീരികമായും ഒരേ കുലത്തിലുള്ള ഇതാവുന്നത് വരെ ഒരു സ്ത്രീയും സമാധാനമടയില്ല. കാരണം അവൾ പകുതിയാണ്. അതേപോലെ ഒരു പുരുഷന് സമാധാനമടയില്ല. കാരണം അവന് പകുതിയാണ്. അങ്ങനെ സുബ്ഹാന, അവൻ എത്ര അധികം പരിശുദ്ധൻ. അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാത്തിനെയും ഇണകളായിട്ട് സൃഷ്ടിച്ചവൻ. ഇപ്പം മിമ്മാത്തുൻബിത്തുൽ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന എല്ലാ സസ്യ ലതാദികളും ഇണകളാണ്. മിൻ അൻഫുസിഹിം, നിങ്ങളുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്നതും. മിമ്മാലായാലും നിങ്ങൾക്കറിയാത്ത പലതിലും. സുബ്ഹാനല്ലാഹ്. അതുപോലെ സൂറത്ത് ഷുആറയിൽ റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലെ സൃഷ്ടികർത്തത്തിലെ അതിമഹത്തായ പ്രത്യേകതകളാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്ത് റൂം 21 വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അതേ രൂപത്തിലുള്ള ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തണം. നമ്മൾ പറഞ്ഞു രൂപഘടനയിലും മാനസിക ഘടനയിലും സെയിം ആകുന്നത് പോലെ, ഒരേപോലെ ആകുന്നത് വരെ ആ ആത്മാവ് സമാധാനമടയില്ല. ഒരേപോലെ ആകുന്നവർ തമ്മിൽ പിരിഞ്ഞാലും സമാധാനമടയില്ല. അത് എത്രത്തോളം അധികം ഉണ്ടെങ്കിലും അത്രത്തോളം ആത്മാക്കളുമായും ഒരേപോലെയായിരിക്കും ബന്ധം. അവരുമായി അടക്കുകയും അവരുമായി പിരിയുമ്പോൾ ദുഃഖവും ഉണ്ടാവും. ഇമാം ഇബ്നു കയ്യിം റഹിമഹുല്ലാഹ് തിബ്ബുൻ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സ എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചതാണ്. ആ സൂക്തം വിവരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കയ്യിം റഹിമഹുല്ലാഹ് തിബ്ബുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സ എന്ന ഗ്രന്ഥത്തിൽ ഫജഅല സുബ്ഹാനഹു, അതിപരിശുദ്ധനായ റബ്ബ്, ഇല്ലത്ത സുക്കൂന റജുലു ഇല ഇമ്രാത്തി കൗനഹ മിൻ ജിൻസിഹി വ ജൗഹരി. ഒരു സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീകളോടും അവന് പൂർണ്ണമാകണമെങ്കിൽ അവന് പൂർണ്ണമായിരിക്കും. അവന് അനുസരിച്ചുള്ള അല്ലെങ്കിൽ അവളെ അനുസരിച്ചുള്ള മാനസികവും ശാരീരികവുമായ ഒരുമയുള്ള ഒരു എതിർലിംഗത്തെ കണ്ടെത്തുന്നവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ പിരിയുമ്പോഴും അപൂർണമായി മാറും. ഇതെല്ലാം വളരെ വലിയ വിഷയമാണ്. 100 കണക്കിന് പേജുകളിൽ വിവരിച്ചതാണ്. അതെല്ലാം നമ്മുടെ
നമ്മുടെ മുസ്ലിങ്ങളായ മനഃശാസ്ത്രജ്ഞന്മാർക്ക് ഒന്നും പിടികിട്ടില്ല. കാരണം അത് വിശുദ്ധ ഖുർആനിലൂടെ മുസ്ലിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രജ്ഞന്മാർ അവരുടെ തത്വങ്ങൾ മാറ്റിത്തിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കും, അംഗവൈകല്യമുള്ളതായിരിക്കും എന്നാണ് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വിവരിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ സയൻസിന് മുന്നിൽ. പൂർണ്ണമായി സിംഗിളായിട്ടാണ്, സിംഗിൾ എന്ന് പറഞ്ഞാൽ അപൂർണമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇണയെ കണ്ടെത്തുന്നത് വരെ അവനേക്കാളും മാനസികമായോ ശാരീരികമായോ ഉയർന്ന പൊസിഷനിലുള്ള ഇണയായാലും അവൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അവന് കണ്ടെത്തുന്നത് അതിൽ കുറഞ്ഞതായാലും അതിൽ സുഖനുണ്ടാവില്ല, അതിന് മനസ്സിന് സമാധാനം അടയില്ല, ആസ്വാദനം അടയില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വിവരിച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എത്രത്തോളം നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകലുന്നോ അത്രത്തോളം നമ്മൾ അനുഭവിക്കും. ഈ ലോകത്ത് മാത്രമല്ല, ഏത് ഹൃദയം ഈ ലോകത്ത് അനുഭവിച്ചോ ആ ഹൃദയം തന്നെയാണ് പരലോകത്തും അനുഭവിക്കുക എന്നാണ് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അതേ തിബ്ബുൻ നബവിയിലും സാദുൽ മആദിലും വിവരിച്ചിരിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിമാറാകട്ടെ. അപ്പോൾ റുബൂബിയ അള്ളാഹുവിൻ്റെ എല്ലാ കർമ്മങ്ങളെയും കുറിക്കുന്നത് കൊണ്ട് തന്നെ അത് വിശാലമായി വിവരിക്കേണ്ട വിഷയമാണ്. കാരണം അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ അർത്ഥം റബ്ബു കുല്ല ഷൈഇൻ ഐ മാലിക്കു, സർവ്വതിൻ്റെയും റബ്ബാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം ഉടമ അവനാണ്. അവൻ എല്ലാത്തിനെയും ഇണകളായാണ് സൃഷ്ടിച്ചത്. അത് ഇണയായി അവനെ തൃപ്തിപ്പെടുന്ന അവൾ തൃപ്തിപ്പെടുന്ന ഇണയുമായി കണ്ടെത്തുന്ന കേട്ടെത്തുന്ന അറിയുന്നത് വരെ അത് അപൂർണമായിരിക്കും, തൃപ്തിയിലും ആനന്ദത്തിലും ആസ്വാദനത്തിലും എല്ലാം. കാരണം അത് സൃഷ്ടിപ്പിൽ ഉള്ളടങ്ങിയിട്ടുള്ള ഒരു രഹസ്യമായ ഇതാണ്. മനുഷ്യനെ അറിയില്ല. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, അവൻ എത്രയധികം പരിശുദ്ധൻ, അവനെ എല്ലാത്തിനെയും ഇണകളാക്കിയാണ് സൃഷ്ടിച്ചത്. അവർ രണ്ടുപേരും ഒരേ ഗുണമുള്ളത്. മാനസികമായി അടുക്കുമ്പോഴാണ് അവർക്ക് സമാധാനം ഉണ്ടാകുക. എന്നാൽ അള്ളാഹു ഏകനാണ്, മറ്റു സൃഷ്ടികളെല്ലാം ഇണകളാണ്. ലാ ശരീക ലഹു, അതുകൊണ്ട് തന്നെ അവന് യാതൊരു പങ്കുകാരനുമില്ല. സൃഷ്ടിപ്പിലും അതേപോലെ രൂപത്തിലും അതേപോലെ അവസ്ഥയിലുമൊന്നും യഥാർത്ഥ ദൈവമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യാതൊരു പങ്കുകാരനുമില്ല. നമ്മൾ പറയാറുണ്ട്, ബിഗ് ബാങ് തിയറി പ്രകാരം 13.8 മില്യൺ വർഷം അഥവാ 1.25 കോടിയിലധികം വർഷമായി ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. അതിൻ്റെ ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മുൻവേദങ്ങൾ പറയുന്നത് അത് 6000 മുതൽ ഉള്ള വർഷങ്ങളാണെന്നാണ് ബൈബിളിലും മറ്റും നമുക്ക് കാണാൻ കഴിയുക. സുബ്ഹാനല്ലാഹ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ എങ്ങനെ മനുഷ്യരൂപം ദൈവത്തിന് നൽകാൻ കഴിയുക? അത് പിശാച് മനുഷ്യർക്ക് ഉത്ബോധനം നടത്തിയിട്ടാണ് മനുഷ്യരൂപങ്ങളും മൃഗത്തിൻ്റെ രൂപങ്ങളും എല്ലാം ദൈവത്തിന് നൽകിയത്. കാരണം ദൈവത്തിന് തുല്യമായിട്ട് യാതൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് അവന് താരതമ്യം ചെയ്യാനും ഉദാഹരണം നൽകുവാനും പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. കാരണം അവൻ ഏകനാണ്, സർവ്വതും അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ടാണ്. ഇണകളുമായി അടുക്കുന്നത് വരെ അവർക്ക് മനസ്സമാധാനം അടയില്ല. വലഹു റുബൂബിയ അല ജമീഅൽ ഖൽഖി, പ്രപഞ്ചത്തിലെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം മുകളിൽ അവനാണ് നിയന്ത്രണം. അവനാണ് സൃഷ്ടികർത്തൃത്വമുള്ളത്. അവൻ്റെ ഉദ്ദേശപ്രകാരമല്ലാതെ അവർക്ക് ചലിക്കാൻ കഴിയില്ല, അവർക്ക് ശ്വസിക്കാൻ കഴിയില്ല, അവർക്ക് ഇണചേരാൻ കഴിയില്ല, ഒന്നും കഴിയില്ല. ലാ ശരീക ലഹു, അവൻ്റെ സൃഷ്ടികർത്തൃത്വത്തിൽ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് ഈ പ്രപഞ്ചം കൊണ്ടുപോകുന്നതിൽ അവൻ ആരെയും പങ്കുകാരാക്കിയിട്ടില്ല. അന്യമതസ്ഥർ പറയുന്ന വ്യാജ ദൈവങ്ങളൊന്നും അതിലില്ല. യഥാർത്ഥമായി യാതൊരു മാറ്റത്തിരുത്തലുകളും ഇല്ലാതെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പറയുന്ന യഥാർത്ഥ ദൈവമായ അതിനെ നിങ്ങൾ അറബിയിൽ അള്ളാഹു എന്ന് വിളിച്ചാലും യഥാർത്ഥ ദൈവം ആയ അള്ളാഹു പറയുന്നത് അവനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പാണ് സൃഷ്ടിച്ചത്. മനുഷ്യരെ സൃഷ്ടിച്ചത് വെറും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരൂപം ഒരിക്കലും ദൈവത്തിന് അവൻ്റെ സിഫത്തിന് അവൻ്റെ വിശേഷണത്തിന് നൽകാൻ കഴിയില്ല. അത് നൽകിയത് പിശാചിലൂടെയാണ്. മനുഷ്യർ ആരാധനയുടെ ഇനങ്ങൾ അർപ്പിക്കുന്ന ഷിയം മടവൂർ ഔലിയാണെങ്കിലും ക്രൈസ്തവർ മനുഷ്യരൂപത്തിന് ആരാധിക്കുന്നുണ്ടെങ്കിലും അതേപോലെ ഹൈന്ദവർ ആരാധിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം വായ്പേച്ച വിശ്വാസമാണെന്നാണ് വിശുദ്ധ ഖുർആൻ ഏക വേദഗ്രന്ഥം മനുഷ്യ കൈക്കടത്തലുകളില്ലാതെ ഭൂപ്രതലത്തിൽ നിലനിൽക്കുന്നത് വിവരിക്കുന്നത്. യഥാർത്ഥ ദൈവത്തിന് യാതൊരു രൂപവും നൽകാൻ കഴിയില്ല, മനുഷ്യന്റെ രൂപം നൽകാൻ കഴിയില്ല, മൃഗങ്ങളുടെ രൂപം നൽകാൻ കഴിയില്ല. കാരണം അതെല്ലാം സൃഷ്ടിക്കുന്നതിന്റെ പ്രപഞ്ചത്തെ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ചവനാണ്. അവന് മനുഷ്യരെ അതിന്റെ ശേഷം കോടാനുകോടി വർഷം കഴിഞ്ഞിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ എങ്ങനെ ആ മനുഷ്യന്റെ രൂപം ദൈവത്തിന് നൽകാൻ കഴിയുക, മൃഗത്തിന്റെ രൂപം ദൈവത്തിന് നൽകാൻ കഴിയുക? അതിനൊന്നും യാതൊരു തെളിവുമില്ല. അള്ളാഹു പറയുന്നത് അതിന് തെളിവ് കൊണ്ടുവരൂ. വേദങ്ങൾ തന്നെ പറയുന്നത് ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ ഗണ്യയിൽ പറയുന്നത്
ഈരൈ ലോകം 14 സൃഷ്ടിച്ച ഹിരണ്യഗർഭനെ ആരാധിക്കുക. അഥവാ ശാസ്ത്രം പറയുന്ന പോലെ 7 ആകാശവും അതേപോലെ 7 തട്ടുള്ള ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെ ആരാധിക്കുക. അത് തന്നെയാണ് മുസ്ലിങ്ങൾ പറയുന്ന അള്ളാഹു. മാറ്റത്തിരുത്തലുകളില്ലാത്ത വിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ ഏത് വേദഗ്രന്ഥത്തിൽ വന്നാലും ഒരുപോലെ ആയിരിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹു സൃഷ്ടിച്ചത് അതുകൊണ്ട് ഇതിന്റെ മനുഷ്യരൂപം ഒരിക്കലും ദൈവത്തിനുണ്ടാവില്ല. അത് പിശാച് നമ്മളെ വഴിപ്പിക്കാനാണെന്ന് വേദങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാവും. ബൈബിളിലും ഹിന്ദു വേദഗ്രന്ഥങ്ങളിലും എല്ലാം ഒരിക്കലും മനുഷ്യരൂപം അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ദൈവങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതിനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആരൊരാൾ യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനെ അല്ലാതെ ആരാധിച്ചാൽ അവനെ നരകത്തിലിട്ട് കത്തി എറിയിപ്പിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മറ്റുള്ള വേദഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം അത് തന്നെയാണ്. 10 കമാൻഡ്മെന്റ്സ് 10 ദൈവകൽപ്പന ബൈബിളിലുള്ളതിന്റെ 1ാമത്തെ കൽപ്പന അതാണ്. നിന്റെ കർത്താവ് ഏകനായ കർത്താവ് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ്. അത് അനുസരിക്കാത്തവൻ നരകത്തിൽ ചെന്ന് അവസാനിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.